ആകയാൽ തളിയൂർ ദേവി ക്ഷേത്രത്തിൽ നടന്ന ബോംബ് സ്ഫോടനവും തുടർന്നുണ്ടായ വർഗീയ കലാപങ്ങളും ഒന്നാം പ്രതി തട്ടാൻ കൊല്ലിയിൽ TM അബൂബക്കർ ബോധപൂർവം ആസൂത്രണം ചെയ്തതാണെന്ന് ഈ കോടതിക്ക് ബോധ്യം വന്നിരിക്കുന്നു. പാകിസ്ഥാൻ തീവ്രവാദ സംഘടനകളുമായി ചേർന്ന് സ്വന്തം രാജ്യത്തെ തകർക്കാൻ മനുഷ്യത്വരഹിതമായ നരഹത്യകൾ ആസൂത്രണം ചെയ്ത പ്രതിയെ പ്രോസിക്യൂഷൻ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മരണം വരെ തൂക്കാൻ ഈ കോടതി വിധിക്കുന്നു. വിധി തുടങ്ങാനിരിക്കുന്നതേ ഉള്ളൂ. അബൂക്ക, എന്നോട് ക്ഷമിക്കണം. ഇതൊന്നും എനിക്കറിയില്ലായിരുന്നു. എല്ലാവരും പറഞ്ഞു പരത്തിയത് ഞാനും വിശ്വസിച്ചു. അപ്പോഴത്തെ മാനസികാവസ്ഥയിൽ ഞാൻ എന്തൊക്കെയോ ചെയ്തു പോയി. പൊറുക്കണം. സാരമില്ല രവി, നിന്റെ സ്ഥാനത്ത് ആരായാലും അത് തന്നെ ചെയ്യും. അബൂബക്കർ നിരപരാധിയാണെന്ന് വിശ്വസിക്കാൻ ഇവരെ പോലെ കുറച്ചുപേരെ ഉണ്ടായിരുന്നുള്ളൂ എന്നും. അവരുടെ കൂട്ടത്തിൽ ഇപ്പം നീ ഒരാൾ കൂടി. സന്തോഷം. പക്ഷെ അതുകൊണ്ടായില്ല. ദാദാ സാഹിബിനെയും മകനെയും രാജ്യദ്രോഹികളെന്ന് വിളിച്ച ലോകം അത് തിരുത്തി പറയുന്ന ഒരു ദിവസം. അതാണ് എൻ്റെ ലക്ഷ്യം. അബുവിന്റെ ലക്ഷ്യം നിറവേറ്റണം. അതിന് തന്നെയാണ് ഈശ്വരൻ നിനക്ക് ജീവൻ തിരികെ തന്നതും. പക്ഷേ എൻ്റെ എതിരാളികൾ ചില്ലറക്കാരല്ല. 1000 അപരാധികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടാൻ പാടില്ല എന്നുള്ള നമ്മളെ നിയമത്തിനെ കാറ്റി പറത്തിയും കണ്ട് സത്യമായ എല്ലാ തെളിവുകളും നമ്മൾ നിർത്തിയിട്ടും അതിനെ എല്ലാം പിച്ചി ചീന്തി കളഞ്ഞിട്ട് അന്നെ തൂക്കിലേറ്റിയ ഓല് ഇപ്പൊ പണ്ടത്തെക്കാളും കരുത്തന്മാരാണ്. നാട്ടിന് ഒറ്റയ്ക്കൊടുത്ത പൈസ കൊണ്ട് മുഹമ്മദ് കുട്ടി പുതിയ പാർട്ടി ഉണ്ടാക്കി ഓൻ അതിന്റെ നേതാവുമായി. സ്വാതന്ത്ര്യ സമരത്തിന്റെ പാരമ്പര്യമുള്ള മുസ്ലിം കുടുംബത്തിൽപ്പെട്ട ആളുകളെ പോലും ജാതിന്റെയും മതത്തിന്റെയും പേരിൽ ഓൻ വൈതെറ്റിക്കാണ്. ഇസ്ലാമിന് നിരക്കാത്ത ഇക്കണ്ട പണികൾ മുഴുവനും ചെയ്തിട്ടും ഓൻ നാളെ ആഭ്യന്തരമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യണ്. നിസ്വാർത്ഥ ഭക്തനായി ചമഞ്ഞ് ശങ്കരമഠത്തിൽ കടന്നുകൂടിയ മറ്റൊരു കള്ളനാണ് ആത്മസ്വരൂപൻ. ഹിന്ദു സംസ്കാരത്തെ സംരക്ഷിക്കേണ്ട അയാൾ ഹിന്ദുസ്ഥാനെ ഒറ്റുകൊടുത്ത് കോടീശ്വരനായിരിക്കുന്നു. അറിയാം ഡോക്ടർ, എല്ലാം അറിയാം. ആത്മസ്വരൂപനേക്കാൾ അപകടകാരിയാണ് IG സ്കറിയ സക്കറിയ. മുഹമ്മദ് കുട്ടീനെ ഐജിനെയും സാമീനെയും മാത്രം ശിക്ഷിച്ചുകൊണ്ട് എന്റെ കടമ തീരൂല മോനെ. ദാദാ സാഹിബിന്റെ മോന് ഈ നാട്ടിനോടൊരു കടമുണ്ട്. അത് നിറവേറ്റണമെങ്കിൽ ഓലേക്ക് മോളിൽ ഒരുത്തനുണ്ട്, സപ്പർ. ഓനെയ്യെ പിടിക്കണം. സപ്പർ ഇന്ത്യയെ ഒറ്റക്കൊടുക്കുന്ന പ്രധാന ഏജന്റ്. ഇനിയൊരിക്കൽ മരണം വരെ തൂക്കിലേറേണ്ടി വന്നാലും സപ്പറിന്റെ അന്ത്യം ഞാൻ കുറിച്ചിരിക്കും. പ്രിയപ്പെട്ട പാർട്ടി സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ഇന്ത്യൻ മുസ്ലിം ഫെഡറേഷന് അഭിമാനിക്കാവുന്ന ഒരു സുദിനമാണെന്ന്. അരനൂറ്റാണ്ടിന് ചരിത്രമുള്ള സ്വതന്ത്ര ഇന്ത്യയുടെ രാഷ്ട്രീയത്തിൽ ഇക്കാലം എത്രയും കേരളത്തിലെ ഇരുമുന്നണികൾക്കും കറിവേപ്പിലയായിരുന്നു കേരളത്തിലെ മുസ്ലിം പാർട്ടികൾ. ഇന്ന് ആ ചരിത്രം തിരുത്തപ്പെടുകയാണ്. ഹലോ, ആഭ്യന്തരമന്ത്രിയുടെ PA നൂർദീൻ കുഞ്ഞ് സ്പീക്കിംഗ്. പാലക്കാട് എസ് പിയോ? എന്താണോ? അല്ല, എന്താ? എന്നോട് പറഞ്ഞാ മതി. ഇന്നങ്ങോട്ട് കേറിയിട്ടല്ലേ ഉള്ളൂ. അതിന് മുമ്പ് സ്ഥലം മാറ്റം വേണമെന്ന് പറഞ്ഞ വൈകിട്ട് എന്നെ ഒന്ന് വന്ന് നേരിട്ട് കാണ്. തിരുവനന്തപുരത്തേക്കൊന്നും നോക്കേ വേണ്ട. തെക്കോട്ട് എങ്ങോട്ട് പോയാലും പൈസ കൊടുക്കും. അയ്യോ, സ്വാമിജി കൃത്യസമയത്ത് തന്നെ എത്തി. നമ്മുടെ പാർട്ടിയെ വർഗീയ പാർട്ടി എന്ന് വിളിക്കുന്നവരോട് ഉറക്കെ വിളിച്ച് പറയണം, സ്വാമി ആത്മസ്വരൂപിനെ പോലുള്ളവരാണ് മുഹമ്മദ് കുട്ടി മന്ത്രിയായപ്പോ ആദ്യം കാണാൻ വന്നതെന്ന്. അതുകൊണ്ട് തന്നെ നമ്മുടെ പാർട്ടി എല്ലാ വർഗത്തിന്റെയും പാർട്ടിയാ. അകത്തേക്ക് ഇരിക്കാം. ഇല്ല, പോവാ. വൈകിട്ട് ഇത്ര ധൃതിയോ? ഇനിയിപ്പോ സ്ഥിരം ഞാൻ ഇവിടെ തന്നെയല്ലേ, എപ്പോ വേണമെങ്കിലും കാണാം. പിന്നെ അവിടെ ആശ്രമത്തിൽ ശങ്കരസ്വാമികൾക്ക് ചെറിയ സംശയം തോന്നി തുടങ്ങിയിട്ടുണ്ട്. അപ്പോ സപ്പർ പറഞ്ഞത് ശരിയാണ്, സ്വാമി അങ്ങ് ഫിനിഷ് ചെയ്യുന്ന നല്ലതെന്ന്. ഏതായാലും ഞാൻ വൈകിട്ട് വരാം, വിശദമായിട്ട് സംസാരിക്കാം. ഹരിയോ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. എപ്പോ എത്തി? കുറച്ചേരായി. സ്വീകരണത്തിന്റെ തിരക്കൊഴിഞ്ഞിട്ട് കാണാന്ന് കരുതി. സന്തോഷം, വളരെ സന്തോഷം. ഈ ദാദാ സാഹിബ്ജിയാണ് സത്യത്തിൽ എന്റെ ആത്മീയ ഗുരു. ഏയ്, ഞാൻ അതിന് മാത്രം വലിയ ആളൊന്നുമല്ല. എനിക്ക് നിങ്ങളെ പേഴ്സണലായിട്ടൊന്ന് കാണാം, ഒരു കാര്യം പറയാനുണ്ട്. അതിനെന്താ, ഇരുന്നാട്ടെ. മറ്റാരും ഇല്ലെങ്കിൽ എന്നാ ഇനി. എന്നാ അകത്തേക്ക് ഇരിക്കാം. സാഹിബ്ജി, സത്യപ്രതിജ്ഞ ചെയ്ത് ഓഫീസിലേക്ക് ചെന്ന് കയറിയ ഞാൻ ആദ്യം ഒപ്പിട്ട ഫയൽ ഏതാണെന്നറിയാവോ? പറഞ്ഞാ വിശ്വസിക്കൂല.
ദാദാ മുഹമ്മദ് സാഹിബിന് സ്വാതന്ത്ര്യ സമര പെൻഷൻ അനുവദിക്കാനുള്ള ശുപാർശ. അതിന് ഞാൻ പെൻഷൻ അപേക്ഷിച്ചിട്ടില്ലല്ലോ മുഹമ്മദ് കുട്ടി. അതെ, അപേക്ഷിച്ചിട്ടില്ല. പക്ഷെ ഞാൻ തന്നെ ഒരെണ്ണം എഴുതി ഉണ്ടാക്കി ഫയലിൽ വെച്ചു, എന്നിട്ട് ഒപ്പിട്ട് മുകളിലേക്ക് അയച്ചു. അത് എന്റെ കടമ. ഇങ്ങളെ പോലെ രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരു മുസൽമാൻ നമ്മുടെ ഇന്ത്യൻ മഹാരാജ്യത്ത് വേറെ ഉണ്ടോ സാഹിബേ? നിങ്ങളില്ലെങ്കിൽ ഉപ്പ് സത്യാഗ്രഹം നടക്കൂ, ജാലിയൻ ബാലാബാഗ് നടക്കൂ. ചരിത്രമൊക്കെ എനിക്കും അറിയാം. ഫയല് കൈയോട് ഒപ്പിട്ട് കൊടുക്കുമ്പം സെക്രട്ടറി ഒരു ചോദ്യം, സാറേ ഇത് തൂക്കിക്കൊന്ന അബൂബക്കറിന്റെ വാപ്പയല്ലേ, പ്രശ്നമാവില്ലേ? ഞാൻ പറഞ്ഞു, അബൂബക്കറിനെ തൂക്കിക്കൊന്നെങ്കിൽ അത് അവന്റെ പറപ്പുകേട്, അതിന് ദാദാ സാഹിബ് എന്ത് പഴിച്ചു? ചെറിയ പയ്യനാ, IAS പാസ്സായി കസേര ഇരുന്ന മൂച്ചും. സാഹിബിന്റെ ഒന്നും ചരിത്രം അവന് അറിഞ്ഞൂടാ. ഞാൻ പിന്നെ വിസ്തരിച്ചൊന്ന് പറഞ്ഞു കൊടുത്തു. അത് നന്നായി. എന്റെ പൊന്നും കുറിച്ച് മുത്തപ്പ, ഞാൻ എന്നതായി കാണുന്നേ? കോട്ടയത്ത് നിന്ന് 110 പിടിപ്പിച്ചിട്ട് ഞാൻ ഇപ്പോഴെങ്കിലും ഇങ്ങ് എത്തിയത്. അയ്യോ അമ്മ. ഇനി ചത്താലും കുഴപ്പമില്ല. എന്നതായാലും താൻ കേറി അന്ന് തന്നെ എന്നെ ജയിലിൽ നിന്ന് പുറത്തേക്ക് എടുക്കുമെന്ന് ഞാൻ ഓർത്തില്ല. ഇതാടോ സ്നേഹം. ഇനി നമുക്കൊന്ന് കലക്കണം. ആഭ്യന്തരം അല്ലയോ കൈ കിട്ടിയിരിക്കുന്നേ. താനാ കൈ ഇങ്ങോട്ട് കിട്ടിക്കേ, ഞാനൊന്ന് മുത്തട്ടെ. റോമിലെ പോപ്പിന് കൊടുക്കേണ്ട മുത്തവ, ഇനി മുതൽ താനാണോ കോപ്പ എന്റെ പോപ്പ്? ഒന്നിന് മുത്തല, ഒന്നിന് മുത്തല. ഉമ്മ ഉമ്മ ഉമ്മ. സാഹിബ്? ഏത് സാഹിബ്? ഈടോ സാഹിബെന്ന്. അയ്യോ, സാഹിബിനെ ഞാൻ കണ്ടില്ലായിരുന്നു കേട്ടോ. സുഖം തന്നെയല്ലേ? ഓ, ആ കേട്ടോ കറിയാച്ചാ, പറഞ്ഞാട്ടെ. ഞാൻ സാഹിബിനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, അബൂബക്കറിന്റെ കയ്യിലിരിപ്പ് കൊണ്ട് ഈ തങ്കപ്പെട്ട മനുഷ്യൻ കുറെ തീരുന്നു. ഇനി അതിന്റെ കാര്യമുണ്ടോ? മുഹമ്മദ് സാഹിബിനെ അന്തസ്സായിട്ട് ജീവിക്കാനുള്ള വഴി ഞാൻ ഉണ്ടാക്കി കൊടുക്കാൻ പോവാ. അത് തന്നെയാ വേണ്ടത്. ചെക്കം പോയതോടെ സാഹിബിന്റെ കാലക്കേട് പോയെന്ന് കൂട്ടിക്കോ. ഇനിയിപ്പോ ഞങ്ങളെല്ലാം ഉണ്ടല്ലോ. പിന്നെ DGP എന്ന് കണ്ടേച്ചു വരട്ടെ, അതാണല്ലോ ചട്ടം. അപ്പൊ ശരി, ഞാൻ വരട്ടെ സാഹിബേ. മുഹമ്മദ് കുട്ടിയും കറിയാച്ചനും ഒക്കെ ദാദാ സാഹിബിനെ ഇത്രയും സ്നേഹിക്കണമെന്നുള്ളത് ഇപ്പോഴാ മനസ്സിലായത്. മനസ്സിലായല്ലോ, ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ. അല്ലാ, അത് മതി. അതുകൊണ്ട് മുഹമ്മദ് കുട്ടി, ഒരു ചെറിയ കാര്യം ഞാൻ ചോദിച്ചോട്ടെ? ചോദിച്ചോളി, നിങ്ങൾ എന്ത് വേണമെങ്കിലും ചോദിച്ചോളി. ആരാണ് മോനെ ഈ സപ്പറ്? സപ്പറോ? ആ സപ്പറ്. നിന്റെയൊക്കെ മോളിലിരുന്ന് ഈ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ജാതകം കുറിക്കുന്ന പൊന്നു തമ്പുരാനില്ലേ, ഓൻ ആരാണെന്ന്? നിങ്ങൾക്ക് എന്താ വട്ടു പിടിച്ചോ? അതോ ആറാം പ്രതി ഒരു പ്രേതം കൂടിയോ? അതെന്താ ആറാം പറന്നോന്റെ പ്രേതം ഈയൊക്കെ കൂടെ കെട്ടിത്തൂക്കില്ലേ അബൂബക്കർ, ഓന്റെ പ്രേതം. ഹലോ ഹലോ ഹലോ. അബൂബക്കറിനെ കൊലക്കയറി കുരുക്കിയിട്ട് ജീവിതം ഘോഷിക്കാൻ തുടങ്ങുകയായിരുന്നു. നിന്നെയൊക്കെ ഈ മണ്ണി ബാക്കി വെച്ചിട്ട് എനിക്ക് പോകാൻ കഴിയുമോ മുഹമ്മദ് കുട്ടി? പറയ്, ആരാണ് സപ്പർ? അത് പറഞ്ഞാൽ ചിലപ്പോ നിന്റെ മുഴുവൻ തെറ്റുകളും മറന്ന് നിനക്ക് മാപ്പ് തരാൻ എനിക്ക് കഴിയും. പറയ്, ആരാണ് സപ്പർ? അതാ നൂറുദ്ദീൻ. അല്ല, എന്ത് പറ്റി? മമ്മൂട്ടി സാറേ, മമ്മൂട്ടി സാറേ, കഥ തുറക്ക്, കഥ തുറക്ക്. മമ്മൂട്ടി സാറേ, എന്തു പറ്റി? ഒന്നുമില്ല, പോട്ടെ മോനെ. സാർ, 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 മമ്മൂട്ടി സാർ. പോയോ? ഒന്നുകിൽ അത് അവൻ തന്നെ, അല്ലെങ്കിൽ അവന്റെ പ്രേതം. എന്റെ സ്വാമി, അത് പറഞ്ഞാ തലേ കയറണ്ടേ? ചത്ത് മണ്ണോട് ചേർന്ന അബൂബക്കർ ആഭ്യന്തരമന്ത്രി വീട്ടിൽ ചെന്ന് കഴുത്തേ പിടിച്ചെന്ന്. ആ അല്ലെന്നേ, ഇതൊന്നും അല്ല. ഉറങ്ങി എഴുന്നേക്കുന്നതിന് മുമ്പ് ആഭ്യന്തരമന്ത്രി കസര മുമ്പിൽ കണ്ടത് വെപ്രാളവും പരവേശവുമാ. സ്വാമി ഒരു കാര്യം ചെയ്യും, അങ്ങേരെ തഞ്ചത്തി വിളിച്ച് ആശ്രമത്തിൽ കൊണ്ടുപോയി ആരേലൊരു കറുത്ത അത് ജനിച്ചു കേട്ടു. ദേ നിൽക്കുന്നു.
എവിടെ കൂടെയെല്ലാം വണ്ടി ഓടിയെന്നോ സാഹിബിന്റെ വീടൊന്ന് കണ്ടുപിടിക്കാൻ. അല്ല, സിറ്റിയൊക്കെ വിട്ട് ഈ പട്ടിക്കാട്ടിൽ എന്താ കൂടിയിരിക്കുന്നേ? അത് ചില പോലീസ് നായ്ക്കളെ പേടിച്ചിട്ട്. ആ, അത് നമ്മക്കിട്ടൊന്ന് വെച്ചതാണല്ലോ. അപ്പോൾ തളിയൂർ ഗ്രാമമൊക്കെ വിട്ട് ഇവിടെ തിരുവനന്തപുരത്തൊന്ന് താമസിക്കാൻ എന്തോ കാര്യമുണ്ടല്ലോ. നിങ്ങൾ വന്ന കാര്യം പറഞ്ഞിട്ട് പോയി. പോയില്ലെങ്കിലോ? ഭൂമികളും ശ്രമിച്ചോനാ സാഹിബ്, ഇനി എന്നെ പരീക്ഷിക്കരുത്. അല്ല, ഇയാൾ ആരുവാ? ദിവാൻ പേഷ്കാരോ? ചേട്ടാ, ഈ റാസ്കൽ ഇവിടെ എത്തി. തനിക്ക് ആൾമാറാട്ടം അറിയാവോ? എന്താ നിങ്ങൾ അങ്ങനെ ചോദിക്കാൻ? ഇന്നലെ ആഭ്യന്തരമന്ത്രിയുടെ വീട്ടിൽ വെച്ച് കണ്ടത് തന്നെ അല്ലായിരുന്നോ? അതിലെന്താ നിങ്ങൾക്കൊരു വിശ്വാസക്കുറവ്? നിങ്ങളെന്താ കള്ളു കുടിച്ചിട്ടുണ്ടായിന? കേറി നോക്കണോ? സർ, ഇതിനെന്താ പുറേ കയറുന്നത്? കാര്യമുണ്ട്, സെർച്ച് ചെയ്യാൻ വാറണ്ടും ഉണ്ട്. അതിനെന്താ എത്ര വിരളുന്നത്? അല്ല സാഹിബേ, തനിക്കൊരു മോനല്ലേ ഉണ്ടായിരുന്നുള്ളൂ, അബു? എത്ര മക്കളുണ്ടായെന്ന് അന്നെ അറിയിക്കേണ്ട കാര്യമില്ല. ഉണ്ട്. തനിക്ക് അബുവിനെ പോലിരിക്കുന്ന വേറൊരു മകനുമുണ്ട്. അവരല്ലേ ഇന്നലെ തന്റെ വേഷത്തിൽ മന്ത്രിയുടെ വീട്ടിലെത്തിയത്? അനക്ക് തലക്ക് വെളിവില്ലടോ. ഏ, ഈ എന്റെ പുരേ കയറിയുള്ള പുറത്താക്ക്, ഇല്ലെങ്കിൽ എന്റെ കോലം മാറും. തന്റെ ഈ തടി വെപ്പ് താടിയല്ലേ? കൊച്ചു കഴിവറ മോനെ. അയ്യേ രോമം. ബോടക്കത്തിനും കാണിക്കണം. ഓ മുക്ക്. ക്ഷമിക്കണം, ഞാനൊരു പരീക്ഷണം നോക്കിയതല്ലേ. പാപ്പാന്റെ താടിക്ക് പിടിച്ചിട്ടാണ് നമുക്ക് പരീക്ഷണം നടത്തുന്നത്. ഇവിടെ ആരും ഇല്ല സർ. ആരുമില്ലല്ലേ? കമോൺ. ആ മന്ത്രിക്കോപ്പനെ ഇടിക്കണം. കിളവന്റെ താങ്ങ് മുടിഞ്ഞ താങ്ങായി പോയി. വല്ലാത്ത ബുദ്ധിമോശയ്യ കാട്ടിയത്. ആ ബഹളത്തിനിടയിൽ മുഹമ്മദ് കുട്ടിനെ പോയി കണ്ട വല്ല കാര്യം ഉണ്ടായാൻ എനിക്ക്. എന്റെ കണക്കൂട്ടിൽ ഇത്തിരി ഒന്ന് പഴച്ചു. പടച്ചോൻ കാത്തോണ്ട് രക്ഷപ്പെട്ട്. കൊല വിളിച്ച് നടക്കാനുള്ള നേരവും കാലമൊന്നും ഞമ്മക്കില്ല. അളന്ന് മുറിച്ച് വേണം ഇനി ഓരോ കാര്യങ്ങളും നീക്കാൻ. ഇനി ഒരിക്കൽ കൂടെ കണക്ക് പേച്ചാ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ചെയ്ത് തീർക്കാനുള്ള കാര്യങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോ മനസ്സിനൊരു സമാധാനമില്ല. തീ കടലാ ചുറ്റിലും പടച്ചോന്റെ കൃപ കൊണ്ട് കുട്ടിയെ ഇച്ചിരി ആയുസേ ഇനി ബാക്കിയുള്ളൂ. അത് ഈ മറക്കണ്ട. അബു, പോലീസ് ജീപ്പ് പോകണണ്ടല്ല. ആകെ പുലിവാലായനെ. പടച്ചോൻ കാത്ത്. മാലതി പോയോ? പോയി. നാളെ വൈകിട്ടത്തെ വണ്ടിക്ക് ആതിരയെ കയറ്റി വിടാന്ന് പറഞ്ഞേ. ആതിര വരുന്നു എന്ന് കേട്ടപ്പോ മുഖത്തിനെന്താ ഒരു തിളക്കം? മരിച്ചു ജീവിച്ചതല്ലേ രാഘവേട്ട. ഇനി ഈ ജന്മം കാണാൻ കഴിയുമെന്ന് കരുതിയതാണോ? ഈ വിവരം അറിയുമ്പോ അവൾക്ക് എന്ത് സന്തോഷമായിരിക്കും. എന്റെ ഈശ്വര, ഇത് ഏത് ലോകത്താ? ഇതുവരെ റെഡിയായില്ലേ? ബസ്സിന് നേരാവുന്നു. എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്റെ അബൂക്ക, നീ എന്നെ കളിപ്പിക്കില്ലല്ലോ. ദേ, എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. മണി 5:30 ഇനി ഇറങ്ങാറായില്ലേ മോളെ? ഇറങ്ങാച്ചാ. എനിക്ക് അബുവിനൊന്ന് കാണാൻ കൊതിയുണ്ട്. പക്ഷേ ഈ തളർന്ന ശരീരം വെച്ചോണ്ട് എങ്ങനെ അവിടം വരെ വരിക? എന്റെ അനുഗ്രഹങ്ങൾ അവനെ അറിയിക്കണം. മാലതി ഇന്ന് തിരുവനന്തപുരത്തേക്ക് പോണില്ലേ? ഇല്ല, ഞാൻ 2 ദിവസം അമ്മമ്മയുടെ കൂടെ നിന്നിട്ടേ പോണുള്ളൂ. ആതിര ചേച്ചി ഞാൻ ബസ് കയറ്റി വിട്ടോളാം. ഇവിടെ നിന്ന് പുറപ്പെടുന്ന ബസ്സാ, അപ്പൊ തിരക്കുണ്ടാവില്ല. വിഷമിക്കണ്ട, ഞാൻ സ്ഥിരം പോണതല്ലേ. രാവിലെ 6 മണിക്ക് തിരുവനന്തപുരത്ത് എത്തും. അച്ഛൻ ബസ് സ്റ്റാൻഡിൽ ഉണ്ടാവും. എങ്കിലിനി വൈകിക്കണ്ട മോളെ, ഇറങ്ങാൻ നോക്ക. 1 മിനിറ്റ്. ആതിരവാരസ്യാർ ഇപ്പോ സുമംഗലിയാ. അഡ്രസ് കുറിച്ചൊന്ന് കയ്യിലുണ്ടല്ലോ. മാലതയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ മറ്റന്നാൾ അങ്ങ് എത്തും. അല്ലെങ്കിൽ ചേച്ചി തിരുവനന്തപുരത്ത് ഒറ്റയ്ക്ക് പോകുന്നത് ഇത് ആദ്യമായിട്ടൊന്നും അല്ലല്ലോ. ഇവിടുന്ന് രാത്രി വണ്ടി കയറി കൊച്ചുവെളുപ്പംകാലത്തെ ജയിലിലെത്തി സുബേദാരെ കണ്ട ആളല്ലേ? പിന്നെ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. സന്തോഷം മനസ്സിൽ മതി, മുഖത്ത് വേണ്ട. പുറത്ത് ആരെങ്കിലും അറിഞ്ഞാലുള്ള ഭവിഷ്യത്ത് അറിയാലോ, അതുകൊണ്ട് സൂക്ഷിക്കണം. അപ്പൊ സമയേ, എന്നാ ഞാൻ പോയിക്കോട്ടെ. മാലതിയുടെ അച്ഛൻ ബസ് സ്റ്റാൻഡിൽ ഉണ്ടാവുമല്ലോ അല്ലേ? പേടിക്കണ്ട,
അച്ഛനെ ഫോൺ വിളിച്ച് ഞാൻ വിവരം പറഞ്ഞോളാം. അതേന്നെ, കുട്ടി സാഹിബിന്റെ സംശയം ശരി തന്നെയാ. കേട്ടപ്പോ ഞാൻ ഞെട്ടിപ്പോയി. ഓനെ കാണാൻ തന്നെ പോവാ. ഇന്നലെ വരെ പൊട്ടു തൊടാതെ വെള്ള സാരി ഉടുത്തോണ്ട് നടന്ന പെണ്ണ് ഉടുത്തൊരുങ്ങി മണവാട്ടിയെ പോലല്ലേ ബസ്സിൽ വന്ന് കയറിയത്. ആ ഓക്കേ. എന്താ അർജന്റായി വിളിപ്പിച്ചേ? തന്റെ സൗന്ദര്യം കാണാൻ. താൻ എന്താ പറഞ്ഞത്? എനിക്ക് വട്ടാണെന്നല്ലേ? സാഹിബിന്റെ വേഷത്തിൽ വന്നത് അബൂബക്കറാണെന്ന് പറഞ്ഞപ്പോ എല്ലാരും കൂടെ എന്നെ കളിയാക്കി. എന്നിട്ടിപ്പോ എന്താടോ കോപ്പേ? എന്താ അബു ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ട്. അവനെ കാണാനാ വാര്യ പെണ്ണ് ഇങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ടെന്ന് നൂറുദ്ദീന്റെ ഫോൺ വന്നു. എന്താ ഈ പറയുന്നേ? ജയിലേജിയായിരുന്ന എന്റെ പ്രസൻസിലല്ലേ അവനെ തൂക്കിയത്. ഇനിയിപ്പോ അവനെപ്പോഴുള്ള മറ്റാരെങ്കിലും ആയിരിക്കുമോ? എന്തായാലും അബൂബക്കർ ജീവിച്ചിരിപ്പുണ്ടെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. തന്നോട് കൂടുതൽ പറഞ്ഞിട്ട് കാര്യമില്ല. താൻ വെറും പോലീസായി പോയി. തലയെ കളിമണ്ണും മുഖത്ത് കരിവാരി തേച്ച വല്ല കപ്പടാമീശയും വെച്ച് നടക്കുകയല്ലേ. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. കോടതി തൂക്കിക്കൊന്ന അബൂബക്കർ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ശക്തമായ കൈകളുണ്ടാവും. ജീവമരണ പോരാട്ടം നടത്തിയിട്ടാ നമ്മൾ ഈ അബുവിനെ കുടിക്കിയത്. അബൂബക്കർ ജീവിച്ചിരുന്ന ദാദാ സാഹിബും മകനും നമ്മുടെ അന്തകരായിരിക്കും. അതോർത്തോ? നമുക്ക് സപ്പറ വിവരം അറിയിച്ചാലോ? എങ്കിൽ പിന്നെ ബാബുവിന്റെ ഗതിയായിരിക്കും നമുക്കും. റോഡിൽ കിടന്ന് ചാവേണ്ടി വരും. വേണ്ട, ഇതിന് പരിഹാരം നമ്മൾ തന്നെ കണ്ടെത്തും. ഇനി കളി തുടങ്ങിയേ പറ്റൂ. കലാശക്കളി. എന്തായാലും അവളുടെ കൂടെ വണ്ടിയിൽ നൂറുദ്ദീനും ഉണ്ടല്ലോ. ഇനി എന്താ വേണ്ടതെന്ന് ഞാൻ പറയാം. ഞാൻ പോയി പിക്കപ്പ് ചെയ്തോളാം. അബുവോ? ആള് ഇപ്പോഴേ ഇവിടെ വന്നിരിക്കുകയല്ലേ. പിന്നെ ശരി ശരി, ഓക്കെ, ഗുഡ് നൈറ്റ്. മാലതിയ ആതിര കാലത്ത് 6-ന്റെ വണ്ടിക്കെത്തും. അബുവിനോട് അതിരാവിലെ ഇങ്ങ് എത്താൻ പറയണമെന്ന്. ഇവിടെ ഒരാൾ തലേന്നേ വന്ന് കാവലിരിക്കുന്ന കാര്യം അവളുണ്ടോ അറിയുന്നു. ഓ, ഇനി 6 മണിവരെ എങ്ങനൊന്ന് തള്ളി നിൽക്കും അല്ലേ അബൂക്ക? പോടാറുന്നു. ഇങ്ങനൊരു പ്രണയം ലോകത്ത് മറ്റാരെങ്കിലും അനുഭവിച്ചിട്ടുണ്ടാവുമോ അബു? സംശയമാണ്. പ്രണയാനന്തര മരണവും പിന്നെ മരണാനന്തര പ്രണയവും. ഗ്രേറ്റ്. എന്തു പറ്റി? റോഡ് ബ്ലോക്കാ. സമാഗമയാമം യാമം പുനഃസമാഗമയാമം മനസ്സിലെ മോഹം മഴയായി പെയ്യും മദകര ശൃംഗാരയാമം മദകര ശൃംഗാരയാമം സമാഗമയാമം യാമം പുനഃസമാഗമയാമം. തേടി രജനീശലഭങ്ങൾ വന്നു തേനുള്ള പൂവുകൾ തേടി രജനീശലഭങ്ങൾ വന്നു അനുരാഗ സ്വപ്നങ്ങൾ ചൂടി അഭിലാഷ
പുനസമാഗമയാമം യാമം ആരാ ഈ വെളുപ്പം കാലത്ത്? അപ്പൊ ഇത്ര നേരത്തെ എത്തി. ആ വരുന്നേ. അയ്യോ ഡോക്ടറെ, ഡോക്ടറെ, ഡോക്ടറെ. എന്താ രാഘവേട്ടാ? അപ്പൊ ബാപ്പയെ അവര് കൊണ്ടുപോയി. എനിക്ക് തടയാൻ കഴിഞ്ഞില്ല. ഡോക്ടർ സാറില്ലേ ഇവിടെ? ആതിരെ വിളിക്കാൻ പോയിരിക്കാ. വാ, ഈ വേഷത്തിലോ? ഇനി വേഷം മാറിയിട്ടൊന്നും കാര്യമില്ല, വണ്ടി എടുക്ക്. ആ. ആറു മണിക്ക് തന്നെ വണ്ടിയാ. സമയം ഇപ്പൊ 7:30 ഇടയ്ക്ക് കുറെ നേരം റോഡ് ബ്ലോക്ക് ആയിരുന്നു. ഒറ്റയ്ക്ക് വരാൻ പേടിയൊന്നും തോന്നിയിട്ടില്ല? ഇല്ല. ഇന്നലെ രാത്രി ഒരുപോലെ കണ്ണടച്ചിട്ടില്ല കക്ഷി. കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കാന്നോ കേട്ടിട്ടുണ്ട്. ഇന്നലെ നേരിക്കണം. അതെ, തന്റെ സുബേദാറിന്റെ കാര്യമായി പറയുന്നത്. കേറ്. One minute. എന്താ പ്രശ്നം?